ഹലോ ഗൈസ്, പൈ ടോക്കണെ കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം പൈ ടോക്കൺ എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് തന്നൊരു ടോക്കൺ ആണ്. മൈൻ ചെയ്തെടുത്തിട്ട് പല ആൾക്കാരും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഫോണിലൂടെ മൈൻ ചെയ്താൽ നമുക്കൊന്നും കിട്ടില്ല, സ്കാം ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്താതൊന്നും കേൾക്കാണ്ട് വിശ്വസിക്കാണ്ട് ലൈക്ക് എന്തെങ്കിലും കിട്ടും, ഇതൊരു നല്ലൊരു പ്രൊജക്ട് ആണെന്ന് വിശ്വസിച്ച് ഒരുപാട് പേര് മൈൻ ചെയ്തിരുന്നു. സോ അവർക്ക് തിരക്കില്ലാത്ത പ്രോഫിറ്റ് ഒക്കെ നമുക്ക് ബിഫോർ ലിസ്റ്റിംഗും ആഫ്റ്റർ ലിസ്റ്റിംഗും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പോഴും കുറെ പൈ ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എന്തായാലും വെറുതെ കിട്ടിയതല്ലേ എന്ന് വെച്ചിട്ട്. ഇപ്പം $1 $2 ഒക്കെ ഉണ്ടായതിൽ നിന്നും 0.6 വരെയൊക്കെ നല്ല രീതിയിൽ ഡംപ് വന്നിട്ടുണ്ട്. അപ്പം പൈ ടോക്കൺ നഷ്ടപ്പെട്ടല്ലോ, ലൈക്ക് ആ സമയത്ത് വിറ്റാൽ മതിയായിരുന്നു ഒക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ നിങ്ങൾ പൈ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് മാർക്കറ്റിലെ വലിയ വലിയ ആൾക്കാർ പ്രിഡിക്ട് ചെയ്യുന്നത് $5 വരെ എത്താൻ കെൽപ്പുള്ള ഒരു ടോക്കൺ എന്നാണ് പറയുന്നത്. ലൈക്ക് ഒരുപാട് പ്രൊഡിക്ഷൻസ് ഉണ്ട്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അത് ന്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ $5 എത്താൻ സാധ്യത എന്ന് പറയാൻ വെച്ചാൽ ലൈക്ക് അതിനകത്ത് നമുക്കറിയാം ഈ പൈയുടെ ഇത്രയും വലിയൊരു ബൂം കിട്ടാനുള്ള കാരണം, ഈ ലിസ്റ്റിംഗിന് തന്നെ ഇത്രയും വലിയൊരു ബൂം കിട്ടാനുള്ള കാരണം അവർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികളാണ്. ലൈക്ക് റിയൽ കേസിലൊക്കെ ഒരുപാട് റിയൽ യൂസ് കേസൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റുകൾ ഇവർ ചെയ്തായിരുന്നു. ഇവരുടെ റോഡ് മാപ്പ് ഭയങ്കര പ്രോമിസിംഗ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും വലിയ രീതിയിൽ ഒരു ആൾക്കാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡംപായിരുന്നു. 0.6 കിടക്കുന്നത്. ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 5.6 മില്യൺ അൺലോക്ക് കൂടി ഉണ്ട്. സോ തീർച്ചയായിട്ടും വീണ്ടും പ്രൈസ് ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാം. ബട്ട് അറ്റ് ദ മൂവ്മെന്റ് ഞാൻ അത്രയും വലിയൊരു കറക്ഷൻ ഈ ഒരു അൺലോക്കിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല രീതിയിൽ ഡൗൺ ആയി കിടക്കുന്ന ഒരു ടോക്കൺ ആണ്. അപ്പം ഇനിയിപ്പം ഈ സമയത്ത് സെല്ല് ചെയ്താലും വലിയ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടി ഒരു ഇത് കെട്ടിട്ടെന്ന് വെച്ചിട്ട് ചിലപ്പം എല്ലാം കൂടി ലൈക്ക് സെല്ലാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ബട്ട് എന്തായാലും $5 എന്ന് പറയുന്നത് ഒരു വലിയൊരു പാത്താണ്. ഇപ്പൊ നമ്മൾ എത്തീരിയം 10K എന്നൊക്കെ പറയുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അറ്റ് ദ സെയിം മൂവ്മെന്റ് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം ബിഗ് ഇവന്റ്, ക്രിപ്റ്റോയിൽ തന്നെ ഒരു ബിഗ് ഇവന്റ് ആണ് കൺസെൻസസ് എന്ന് പറയുന്നത്. അപ്പം കൺസെൻസസ് 2025 മെയ് 13, 14, 15 ഡേറ്റ് ക്ലിയർ ആയിട്ട് അറിയില്ല, ആ സമയത്ത് നടക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പൈ നെറ്റ്വർക്കിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ ഒക്കെ വരുന്നുണ്ട്. മാത്രമല്ല അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ട്രംപിന്റെ മകൻ എറിക് ട്രംപ് ഒക്കെയാണ് വരുന്നത്. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സോ ഇവർ അവിടെ എന്തെങ്കിലും ഒരു സംഭവം പൊട്ടിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് പൊട്ടിക്കാൻ മീൻസ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോവാണെന്നോ, ലൈക്ക് ഓൾറെഡി അവർക്ക് അഡോപ്ഷൻസ് ഓൾറെഡി നല്ല രീതിയിലുണ്ട്. സോ അഡോപ്ഷൻസ് ഇവർ എങ്ങനെ മാക്സിമം ലിവറേജ് ചെയ്യുന്നുള്ളതാണ് ആൾക്കാർ ഈ പറഞ്ഞ കണ്ടൻസിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലൊരു ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് മെസ്സേജ് ആണ് പുള്ളി ഷെയർ ചെയ്യണമെന്നുള്ള. തീർച്ചയായിട്ടും ഒരു 0.6 നിന്ന് 1.5 സിമ്പിൾ ആയിട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മേ ബി ക്രിപ്റ്റോ ആണ് അതിൽ കൂടുതൽ പോവാം. അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെറിയൊരു വീഡിയോ. പൈ നെറ്റ്വർക്കിനെ കുറിച്ച് ഒരുപാട് പേര് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. കുറേ പേര് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. സോ അവർക്ക് വേണമെങ്കിൽ വീണ്ടും കുറച്ച് ആവറേജ് ചെയ്ത് നമുക്ക് അത്രയും കിട്ടിയിൽ നിന്ന് ഒരു $50 വേണമെങ്കിൽ വീണ്ടും കുറച്ച് ടോക്കൺസ് ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് അല്ല, ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്.